ഹായ് ഹലോ എവ്രി വൺ. നമ്മുടെ KASൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നു കഴിഞ്ഞു. പേപ്പർ 1ൻ്റെ ആൻസേഴ്സ് നോക്കാം. ആൽഫ കോഡ് A ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ. ഒന്നാമത്തെ ചോദ്യം, രുദ്രാമനെ കുറിച്ചുള്ള ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ജുനഗഡ് ലിഖിത എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സുദർശന തടാകം എന്ന ജലസംഭരണിയുടെ പുനരുദ്ധാരണം അദ്ദേഹം ഏറ്റെടുത്തു. 3, ശതകർണി ഭരണാധികാരി ഗൗതമിപുത്രനെ അദ്ദേഹം പരാജയപ്പെടുത്തി. ഗൗതമിപുത്രൻ്റെ മകനായ വസിഷ്ഠിപുത്ര പുലുമവിക്ക് പുലുമവിക്ക് അദ്ദേഹം തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു. ഇതിൽ ശരിയുത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞ എല്ലാം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം, ഇനി പറയുന്നതിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടാത്തത്? വിക്രമാംഗദേവചരിത, ബിൽഹൻ, മട്ടവിലാസ, മഹേന്ദ്ര വിക്രവർമ്മൻ, സ്വപ്നവാസവദത്ത, ബാന, ദേവീചന്ദ്രഗുപ്ത, വിശാഖദത്ത. ഓപ്ഷൻസ് 2 മാത്രം, 3 മാത്രം, 1ഉം 4ഉം മുകളിൽ പറഞ്ഞവയെല്ലാം. 2ൻ്റെ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് പുരാതന ഗ്രന്ഥത്തിലാണ് ചന്ദ്രഗുപ്ത മൗര്യനെ താഴ്ന്ന സാമൂഹിക ഉത്ഭവമുള്ളതായി പരാമർശിക്കുന്നത്? മഹാവംശം, മിലിന്ദ പൻഹ, മുദ്രാരാക്ഷസം, പരിഷ്ടപർവൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, മുദ്രാരാക്ഷസം. 4, പുരാതന സാഹിത്യത്തെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? എ, സൂത്രങ്ങളും ശാസ്ത്രങ്ങളും ഒരുമിച്ച് സ്മൃതി എന്നറിയപ്പെടുന്നു. ബി, മാനവധർമ്മശാസ്ത്രം മനുവിൻ്റെ നിയമഗ്രന്ഥം എന്നും അറിയപ്പെടുന്നു. സി, യജ്ഞവൽക്യൻ്റെ നിയമപുസ്തകത്തിൻ്റെ വ്യാഖ്യാനമാണ് മിതാക്ഷരം. ഡി, ധർമ്മസൂത്രങ്ങളിൽ ഗാർഹിക മതപരമായ ചടങ്ങുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇതിലെ 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഡി, ധർമ്മസൂത്രങ്ങളിൽ ഗാർഹിക മതപരമായ ചടങ്ങുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇതാണ് ശരിയല്ലാത്തത്. ബാക്കിയൊക്കെ ശരിയാണ്. 5, മുഗൾ ജാഗിർദാരി സമ്പ്രദായത്തെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരിയല്ലാത്തത്? 1, എല്ലാ മാൻസബ്ദാർമാരും ജാഗിർദാർമാരായിരുന്നു. 2, ഔദ്യോഗികമായി തുല്യമായ വരുമാനം ലഭിക്കുമെന്ന് കണക്കാക്കിയ ഒരു ജാഗിറിനെ മാൻസബ്ദാർ നിയമിച്ചു. ജാഗിറിൻ്റെ ഒരു ചെറിയ ഭാഗം ബലൂച്ച്, ഗക്കർ മേധാവികൾക്കും നൽകി. ഏതാനും വർഷത്തെ റവന്യൂ പിരിവ് അവകാശങ്ങൾക്ക് ശേഷം ഒരു ജാഗിർദാർക്ക് തൻ്റെ നിയമനത്തിൽ പാരമ്പര്യ അവകാശങ്ങൾ ലഭിച്ചു. ഉത്തരം 5ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം, 4ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റായിട്ടുള്ളത്, ശരിയല്ലാത്തത്. അടുത്ത ചോദ്യം നോക്കാം. ഇനി പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരിയായി പൊരുത്തപ്പെടാത്തത് എന്നാണ്. 1, ബാലഗംഗാധര തിലക്, ടെനൻസ് ഓഫ് ദ ന്യൂ പാർട്ടി, ലാല ഹർകിഷൻ ലാൽ, ട്രിബ്യൂൺ, ലാല ലജ്പത് റായ്, ഭാരത് മാതാ, സിറാജുദ്ദീൻ അഹമ്മദ്, അഞ്ജുമാൻ ഇ മുഹിബാൻ ഇ വതൻ. ഇതിലെ ശരിയുത്തരം ഓപ്ഷൻ സി ആണ്. ശരിയായി പൊരുത്തപ്പെടാത്തത് 3ഉം 4ഉമാണ്. 7ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഇനി പറയുന്ന സംഭവങ്ങൾ പരിഗണിക്കുക. RIN ലഹള, ക്യാബിനറ്റ് മിഷൻ, ക്രിപ്സ് മിഷൻ, ഷിംല സമ്മേളനം. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം ഏതാണ്? ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ സി ആണ്. ക്രിപ്സ് മിഷൻ 1ാമത്, ഷിംല സമ്മേളനം 2ാമത്, RIN ലഹള 3ാമത്, ലാസ്റ്റാണ് ക്യാബിനറ്റ് മിഷൻ. 8ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവന 1, 1917 ബീഹാറിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകാൻ രാജ്കുമാർ ശുക്ല മഹാത്മാഗാന്ധിയെ ക്ഷണിച്ചു. പ്രസ്താവന 2, ചമ്പാരനിലെ കർഷകർ തീൻകത്തിയ സമ്പ്രദായത്തിന് കീഴിൽ ഇൻഡിഗോ വളർത്താൻ നിർബന്ധിതരായി. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1നെ വിശദീകരിക്കുന്നു. 9ാമത്തെ ചോദ്യം, താഴെ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. സിഡോ, വേലുത്തമ്പി, ചിന്നവ, വിജയരാമ, ബിർസ, റാംപ. മേൽപ്പറഞ്ഞവയിൽ ആരൊക്കെ ആയിരുന്നു ഗോത്ര നേതാക്കൾ? ഉത്തരം ഓപ്ഷൻ ബി ആണ്.
ബി. ബിർസ മുണ്ടയും സിദ്ധുവും കൻഹോക്കല്ലേ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, രണ്ടാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് ഇനി പറയുന്നതിൽ ഏതാണ് ശരിയല്ലാത്തത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സാമ്പത്തിക വികസനത്തിനായുള്ള ബോംബെ പദ്ധതി നിർദ്ദേശിക്കപ്പെട്ടു. ഇത് മഹൽനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചു. റൂർക്കേല, ബിലായ്, ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റുകൾ സ്ഥാപിച്ചു. സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കുള്ള ഗാഡ്ഗിൽ യോജന ആരംഭിച്ചു. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 4ഉം. 11ാമത്തെ ചോദ്യം, 1956 നവംബർ 1 കേരള സംസ്ഥാന രൂപീകരണത്തിന് നേരിട്ട് കാരണമായ സംഭവം ഏതാണ്? എ. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ ആക്ട്, 1956 സംസ്ഥാന പുനഃസംഘടനാ ആക്ട്, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, 1858 റോയൽ ടൈറ്റിൽസ് ആക്ട്. ശരി ഉത്തരം ഓപ്ഷൻ ബി, 1956 സംസ്ഥാന പുനഃസംഘടനാ ആക്ട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ EMS മന്ത്രിസഭ അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബിൽ കാര്യമായ വിവാദങ്ങൾക്ക് കാരണമായി. അതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? സൗജന്യ സാങ്കേതിക വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് ഒരു പഠന മാധ്യമമായി അവതരിപ്പിക്കുന്നത്, മുതിർന്നവരുടെ സാക്ഷരതാ പരിപാടികൾ, സ്വകാര്യ എയ്ഡഡ് സ്കൂളുകളുടെ മേൽ സർക്കാർ നിയന്ത്രണം. ഉത്തരം ഓപ്ഷൻ ഡി, സ്വകാര്യ എയ്ഡഡ് സ്കൂളുകളുടെ മേൽ സർക്കാർ നിയന്ത്രണം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ബി, അയ്യങ്കാളി. 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഏത് തിരുവിതാംകൂറിലെ മഹാരാജാവാണ്? ഓപ്ഷൻ ഒന്നും വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1795 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറും തമ്മിൽ ഒപ്പുവെച്ച ഏത് ഉടമ്പടിയാണ് തിരുവിതാംകൂറിൻ്റെ സാമ്പത്തിക സ്വയംഭരണത്തെ സാരമായി ബാധിച്ചത്? മംഗലാപുരം ഉടമ്പടി, ശ്രീരംഗപട്ടണ ഉടമ്പടി, മാവേലിക്കര ഉടമ്പടി, കൊച്ചി ഉടമ്പടി. ഉത്തരം ഓപ്ഷൻ സി, മാവേലിക്കര ഉടമ്പടി. 16 നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? ഭൂപരിഷ്കരണം, നിയമനിർമ്മാണ സഭയിലെ പ്രാതിനിധ്യം, ക്ഷേത്രപ്രവേശനം, വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി, നിയമനിർമ്മാണ സഭയിലെ പ്രാതിനിധ്യം. 17 കേരളത്തിൽ മതാന്തര സംവാദവും സാമൂഹിക പരിഷ്കരണവും പ്രോത്സാഹിപ്പിച്ച ഒരു സുപ്രധാന സംഭവമായ 1924 ആലുവ മതസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, സ്വാമി സത്യവ്രതൻ, സ്വാമി ബോധാനന്ദ. ഉത്തരം ഓപ്ഷൻ എ, ശ്രീനാരായണ ഗുരു. 18 1908 മദ്രാസ് എസ്റ്റേറ്റ്സ് ലാൻഡ് ആക്ടിൽ ഏത് പ്രത്യേക വകുപ്പാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നിട്ടും മലബാർ മേഖലയിലെ ചില കുടിയാൻ ഗ്രൂപ്പുകളുടെ നിലവിലുള്ള ദുർബലതകളെ അബദ്ധവശാൽ വഷളാക്കിയത്? ഓപ്ഷൻസ്: ഭൂവരുമാനത്തിൻ്റെ മാനദണ്ഡീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ്, ബി. സ്വകാര്യ ഭൂമിയുടെ നിർവചനത്തെയും പതിവ് കുടികിടപ്പുകൾക്ക് അതിൻ്റെ പ്രത്യാഘാതങ്ങളെയും കുറിച്ചുള്ള വകുപ്പ്, പുതിയ ജലസേചന സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള വകുപ്പ്, മരം വേർതിരിച്ചെടുക്കൽ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വകുപ്പ്. ഉത്തരം ഓപ്ഷൻ ബി, സ്വകാര്യ ഭൂമി. ആ ഓപ്ഷനാണ് ശരി ഉത്തരം. 19ാമത്തെ ചോദ്യം. 19 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവിന് മുമ്പുള്ള ഏത് പ്രത്യേക വ്യാപാര കരാറാണ് അറബിക്കടലിലെ സമുദ്രശക്തിയുടെ സന്തുലിതാവസ്ഥയെ ഗണ്യമായി മാറ്റി അതുവഴി മലബാറിൻ്റെ തീരദേശ വ്യാപാരത്തിന് പിൽക്കാല ദുർബലതയ്ക്ക് പരോക്ഷമായി സംഭാവന നൽകിയത്? ഓപ്ഷൻസ്: ജിദ്ദ ഉടമ്പടി, വെനീഷ്യൻ കൊച്ചി സുഗന്ധവ്യഞ്ജന ഉടമ്പടി, പോർച്ചുഗീസ് കാലിക്കറ്റ് വ്യാപാര കരാർ, ഓട്ടോമൻ തിരുവിതാംകൂർ സമുദ്ര ഉടമ്പടി. ഉത്തരം ഓപ്ഷൻ സി ആണ്, പോർച്ചുഗീസ് കാലിക്കറ്റ് വ്യാപാര കരാർ 1513. 20 ബാക്ക്ഗ്രൗണ്ടിലൊരു മഴയുടെ ശബ്ദം ഉണ്ടായിരിക്കും തോന്നുന്നു, എല്ലാവരും ക്ഷമിക്കണം. 20 കേരളത്തിലെ തൊട്ടുകൂടായ്മയുടെ വിഷയം മഹാത്മാഗാന്ധിയുടെ നേരിട്ടുള്ള ശ്രദ്ധയിൽപ്പെടുത്താൻ ടി.കെ. മാധവന് കഴിഞ്ഞത് ഏത് പ്രത്യേക പരിപാടിയിലൂടെയോ യോഗത്തിലൂടെയോ ആണ്? ഓപ്ഷൻസ്: ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനങ്ങൾ, തിരുവിതാംകൂർ നിയമസഭയുടെ ഉദ്ഘാടനം, അഖിലേന്ത്യാ ഹരിജൻ സേവക് സംഘത്തിൻ്റെ സ്ഥാപനം, 1923 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാക്കിനാട സമ്മേളനം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 21ാമത്തെ ചോദ്യം. 1970കളിലെ പെൻറ്റഗൺ ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിരുന്നു. 1970 പെൻറ്റഗൺ ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്നാണ് ചോദ്യം.
ഉത്തരം 21ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. USA, USSR, ചൈന, ജപ്പാൻ ആൻഡ് വെസ്റ്റേൺ യൂറോപ്പ്. ഇതാണ് ശരി ഉത്തരം. 22. താഴെ പറയുന്നതിൽ ഏതാണ് യൂറോപ്പിൻ്റെ ഭൂപടം പുനർനിർമ്മിക്കാത്തത്? വിയന്ന ഉടമ്പടി, വെർസൈൽസ് ഉടമ്പടി, വെസ്റ്റ്ഫാലിയ ഉടമ്പടി, ലൊക്കാർണോ ഉടമ്പടി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലൊക്കാർണോ ഉടമ്പടി. ചേരുംപടി ചേർക്കുക. ഗൈഡഡ് ഡെമോക്രസി, പുരോഗമന പ്രസ്ഥാനം, അപകോളനീകരണം, ഹക്ക് കലാപം. അപ്പുറത്തെ സൈഡിൽ USA, ബുഖാരിൻ, സുകാർണോ, ഫിലിപ്പീൻസ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1 സി സുകാർണോ. ഗൈഡഡ് ഡെമോക്രസി സുകാർണോ. 2 എ പുരോഗമന പ്രസ്ഥാനം USA. 3 ബി അപകോളനീകരണം ബുഖാരിൻ. 4 ഡി ഹക്ക് കലാപം ഫിലിപ്പീൻസ്. അടുത്ത ചോദ്യം. ആഫ്രിക്കൻ ഐക്യസംഘടനയുടെ ഉദ്ദേശം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് കൊളോണിയലിസത്തെ തുടച്ചു നീക്കുക, ആഫ്രിക്കൻ രാജ്യങ്ങൾക്കിടയിൽ അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുക, ആഫ്രിക്കൻ ജനതയ്ക്കിടയിൽ സാമ്പത്തികവും സാമൂഹികവുമായ സഹകരണം പ്രോത്സാഹിപ്പിക്കുക. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. 25. ദേശീയത സങ്കല്പിക്കുന്നതിൽ അച്ചടി മാധ്യമങ്ങളുടെ പങ്ക് ആരാണ് വിശകലനം ചെയ്തത്? ഓപ്ഷൻസ്: പെറി ആൻഡേഴ്സൺ, ബെനഡിക്റ്റ് ആൻഡേഴ്സൺ, വിക്ടർ കീർണൻ, വാൾട്ടർ ബൊഗെഹോട്ട്. ഉത്തരം ഓപ്ഷൻ ബി ബെനഡിക്റ്റ് ആൻഡേഴ്സൺ ആണ്. അടുത്ത ചോദ്യം 26. യോം കിപ്പൂർ യുദ്ധം നടത്തിയത്. ഓപ്ഷൻസ്: ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ, സൂയസ് കനാലിലേക്കുള്ള തുറന്ന പ്രവേശനം, ലെബനൻ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തുക, PLO നശിപ്പിക്കുക. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാനാണ് യോം കിപ്പൂർ യുദ്ധം നടന്നത്. 27. ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തതെന്ന് കണ്ടെത്തുക. ഭാവിയിലെ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ USAയും USSRും തമ്മിൽ നേരിട്ടുള്ള ആശയവിനിമയ ലൈൻ സ്ഥാപിച്ചതോടെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി അവസാനിച്ചു. 19ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ സിയാം ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നു. ഓസ്ട്രോ ഹംഗേറിയൻ ഓട്ടോമൻ രാജ്യങ്ങളുടെ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ ഉടലെടുത്തതാണ് ബാൽക്കൻ ദേശീയത. ജപ്പാനിൽ വ്യവസായവൽക്കരണത്തിൻ്റെയും പാശ്ചാത്യവൽക്കരണത്തിൻ്റെയും തുടക്കം കുറിച്ചത് മെയ്ജി പുനഃസ്ഥാപനമാണ്. 27. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ സിയാം ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നു എന്നുള്ളതാണ് ശരിയല്ലാത്തത്. 28. മുതലാളിത്തത്തെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട പേര് ആരുടേതാണ്? എഡ്വേർഡ് ഗിബ്ബൺ, മൗറീസ് ഡോബ്, RG കോളിംഗ്വുഡ്, ജോഹാൻ ഹുയിസിംഗ. ഉത്തരം ഓപ്ഷൻ ബി മൗറീസ് ഡോബ്. താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ശരിയായ കാലക്രമം തിരഞ്ഞെടുക്കുക. മൺട്രോ സിദ്ധാന്തം, യൂറോപ്പിൻ്റെ സംഗീത കച്ചേരി, സോൾവെറിൻ, യങ് ഇറ്റലി. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 1, 4, 3. 30. ചേരുംപടി ചേർക്കുക. ഒരു സൈഡിൽ അലക്സാണ്ടർ ഗെർഷെൻക്രോൺ, ഇമാനുവൽ വാലർസ്റ്റീൻ, എറിക് ഹോബ്സ്ബോം, ഫെർണാണ്ട് ബ്രാഡൻ. അപ്പുറത്തെ സൈഡിൽ കാമ്പ് പ്രാന്തപ്രദേശം, അർദ്ധ പ്രാന്തപ്രദേശം അവസ്ഥകൾ, സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ വിശകലനം, ഹിസ്റ്ററി അറ്റ് എ ഡിസ്റ്റൻസ്, യഥാർത്ഥ സോഷ്യലിസം. ഉത്തരം ഓപ്ഷൻ എ ആണ്. അലക്സാണ്ടർ ഗെർഷെൻക്രോൺ. ബി സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ വിശകലനം. ഇമാനുവൽ വാലർസ്റ്റീൻ. എ കാമ്പ് പ്രാന്തപ്രദേശം അത്. 3 ഡി എറിക് ഹോബ്സ്ബോം, യഥാർത്ഥ സോഷ്യലിസം. 4 സി ഫെർണാണ്ട് ബ്രാഡൻ, ഹിസ്റ്ററി അറ്റ് എ ഡിസ്റ്റൻസ്. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന എഡിറ്റർമാരുടെ ക്രമത്തിൽ ഇനി പറയുന്ന ജേണലുകളുടെ ശരിയായ ക്രമീകരണം കണ്ടെത്തുക. PS വാര്യർ, കുമാരനാശാൻ, മൂർക്കോത്ത് ശ്രീനിവാസൻ, മക്തി തങ്ങൾ. 4 പേരെ വെച്ചിട്ട്. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 1 ധന്വന്തരി. PS വാര്യർ ധന്വന്തരി, മൂർക്കോത്ത് കുമാരൻ വജ്രസൂചി, കുമാരനാശാൻ വിവേകോദയം, മക്തി തങ്ങൾ പരോപകാരി. 32. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണത്തിൻ്റെ പേര്. ഉത്തരം ഓപ്ഷൻ ഡി ഇടയ്ക്ക. കോയിമ്പിട നായർ ഏത് ആചാരപരമായ കലാരൂപത്തിൻ്റെ കഥാപാത്രമാണ്? ഓപ്ഷൻസ്: നിണബലി, മുടിയാട്ട്, ചിമ്മാനക്കളി, പടേനി. ഉത്തരം ഓപ്ഷൻ ബി മുടിയാട്ട്. അടുത്ത ചോദ്യം 34.
ഇനി പറയുന്നവയിൽ ഏതാണ് ആയുർവേദ ഗ്രന്ഥമല്ലാത്തത്? മുകുന്ദമാല, മാതംഗലീല, ആലത്തൂർ മണിപ്രവാളം, യോഗാമൃതം. ഉത്തരം ഓപ്ഷൻ എ, മുകുന്ദമാല. മുകുന്ദമാലയാണ് ആയുർവേദ ഗ്രന്ഥമല്ലാത്തത്. അടുത്ത ചോദ്യം 35. ചെങ്ങന്നൂരാത്തി എന്ന വീരകഥാപാത്രം കേരളത്തിലെ ഏത് ആഖ്യാന പാരമ്പര്യത്തിൽ പെട്ടതാണ്? വടക്കൻ പാട്ട്, തെക്കൻ പാട്ട്, ഇടനാടൻ പാട്ട്, തോറ്റം പാട്ട്. ഉത്തരം ഓപ്ഷൻ സി, ഇടനാടൻ പാട്ടിലുള്ളതാണ് ചെങ്ങന്നൂരാത്തി. ഇനി പറയുന്ന നോവലുകളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. ഒരു വഴിയും കുറേ നെല്ലുകളും, അഗ്നിസാക്ഷി, ആലാഹയുടെ പെൺമക്കൾ, ആരാച്ചാർ. ഇതിൽ ശരിയായ ഓർഡർ ഓപ്ഷൻ എ തന്നെയാണ്. 37. ദക്ഷിണ ദ്രാവിഡ ശാഖയുടെ 4 ഭാഷകൾ ഇവയാണ്: തമിഴ്, കന്നഡ, ഗോണ്ടി മലയാളം, തമിഴ്, കന്നഡ, തുളു മലയാളം, തമിഴ്, കന്നഡ, തോട മലയാളം, തമിഴ്, കന്നഡ, മാൾട്ടോ മലയാളം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. രണ്ടാമത്തെ ഓപ്ഷനും 3 ശരിയാണ്. തമിഴ്, കന്നഡ, ഗോണ്ടി മലയാളം, തമിഴ്, കന്നഡ, തുളു മലയാളം. 38. വയനാട്ടിലെ എടക്കൽ ഗുഹകളും അതിൻ്റെ ശിലാകലകളും ആരാണ് കണ്ടെത്തിയത്? ഓപ്ഷൻ സി, ഫോസറ്റ്. അടുത്തത് 39. കേരളത്തിലെ ഭാരതീശ്വര ക്ഷേത്രം ഏതാണ്? ആറ്റിങ്ങൽ, ഇരിങ്ങാലക്കുട, തിരുനെല്ലി, പയ്യന്നൂർ. ഉത്തരം ഇരിങ്ങാലക്കുട. 40. കാർഷിക ജോലികളുമായി ബന്ധപ്പെട്ട് അടിയ സമൂഹത്തിൻ്റെ സംഗീത നൃത്ത പ്രകടനം താഴെ പറയുന്നവയിൽ ഏതാണ്? കമ്പള നൃത്തം, ഗദ്ദിക, എരുത്തു നൃത്തം, മൺകൂത്ത് വിളയാട്ടം. ഉത്തരം ഓപ്ഷൻ എ, കമ്പള നൃത്തമാണ്. 40. 41. 1947 ഡിസംബർ 31 കണക്കനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം നേടിയ പ്രവിശ്യ ഏതാണ്? മദ്രാസ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ബോംബെ. ഉത്തരം ഓപ്ഷൻ എ, മദ്രാസ്. അടുത്ത 42ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഐക്യരാഷ്ട്രസഭ, മത്സ്യബന്ധനം, വിദേശ വായ്പകൾ, സാമ്പത്തിക സാമൂഹിക ആസൂത്രണം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 43ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ പ്രസിഡന്റ് അധികാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. മന്ത്രിമാരെ നിയമിക്കാനുള്ള അധികാരം, കോർട്ട് മാർഷൽ കേസുകൾ മാപ്പ് നൽകാനുള്ള അധികാരം, താഴെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം, പാർലമെൻറ്റ് വിളിച്ചുകൂട്ടാനുള്ള അധികാരം. ഉത്തരം ഓപ്ഷൻ സി ആണ്. സമ്പൂർണ്ണ എന്നൊക്കെ കണ്ടാൽ തന്നെ അറിയാമല്ലോ. താഴെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം, അതാണ് തെറ്റായത്. താഴെ പറയുന്നവയിൽ ആർക്കാണ് ഇന്ത്യയിലെ എല്ലാ കോടതികളും കേൾക്കാനുള്ള അവകാശമുള്ളത്? ഓപ്ഷൻസ്: അഡ്വക്കേറ്റ് ജനറൽ, അറ്റോർണി ജനറൽ, നിയമമന്ത്രി, ലോക്സഭാ സ്പീക്കർ. ഉത്തരം ഓപ്ഷൻ ബി, അറ്റോർണി ജനറൽ. 45. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുക. 1. ആർട്ടിക്കിൾ 358 പ്രഖ്യാപനത്തോടെ ആർട്ടിക്കിൾ 19 സ്വയമേവ താൽക്കാലികമായി നിർത്തിവെക്കപ്പെടും. ആർട്ടിക്കിൾ 359 പ്രഖ്യാപനത്തോടെ ആർട്ടിക്കിൾ 19 സ്വയമേവ താൽക്കാലികമായി നിർത്തിവെക്കപ്പെടും. 3. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ ഭരണഘടനാ സാധുത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം. 4. ആർട്ടിക്കിൾ 360 സ്വാതന്ത്ര്യത്തിന് ശേഷം 3 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3 ശരിയായ പ്രസ്താവനകളാണ്. 1 ശരിയാണ്, 3 ശരിയാണ്. 46. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഇൻ്റർമീഡിയറ്റ് ലെവലുകൾ രൂപീകരിക്കുന്നതിന് നിർബന്ധിത ജനസംഖ്യാ പരിധി എന്താണ്? 10 ലക്ഷത്തിന് മുകളിൽ, 15 ലക്ഷത്തിന് മുകളിൽ, 20 ലക്ഷത്തിന് മുകളിൽ, 25 ലക്ഷത്തിന് മുകളിൽ. ഉത്തരം ഓപ്ഷൻ സി, 20 ലക്ഷത്തിന് മുകളിൽ ആണ്. 20 ലക്ഷത്തിന് മുകളിൽ കേട്ടോ. 46ൻ്റെ ഉത്തരം 20 ലക്ഷത്തിന് മുകളിൽ. 47. രാജ്യസഭയിലെ സഭാ നേതാവ് ആരാണ്? പ്രതിപക്ഷ പാർട്ടി നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന രാജ്യസഭാംഗമായ പ്രധാനമന്ത്രിയോ മന്ത്രിയോ, സഭാ അധ്യക്ഷൻ നാമനിർദ്ദേശം ചെയ്യുന്ന മുതിർന്ന അംഗം, സഭയിലെ ഭൂരിപക്ഷ വോട്ടിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന സഭാംഗം. ഉത്തരം ഓപ്ഷൻ ബി, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന രാജ്യസഭാംഗമായ പ്രധാനമന്ത്രിയോ മന്ത്രിയോ. 48. ഇൻ്റർസ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യൻ പാർലമെൻറ്റ്, ഇന്ത്യൻ സുപ്രീം കോടതി,
ഇന്ത്യൻ പ്രധാനമന്ത്രി. 48ൻ്റെ ഉത്തരം ഓപ്ഷൻ എ, ഇന്ത്യൻ പ്രസിഡന്റ്. 49 പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ ഇ ഗവേണൻസ് ശക്തിപ്പെടുത്തുന്നതിനായി പഞ്ചായത്ത് രാജ് മന്ത്രാലയം ഡാഷ് ഒരു ഉപയോക്തൃ സൗഹൃദ വെബ് അധിഷ്ഠിത പോർട്ടൽ ആരംഭിച്ചു. ഇ ഗ്രാമീൺ സ്വരാജ്, ഇ പഞ്ചായത്ത് പോർട്ടൽ, ഇ സേവാ പോർട്ടൽ, ഇ ഗ്രാമ സ്വരാജ്. ഉത്തരം ഓപ്ഷൻ ഡി, ഇ ഗ്രാമ സ്വരാജ്. 50ാമത്തെ ചോദ്യം. 2005 RTI ആക്ടിൽ സെക്ഷൻ 7(1) പ്രകാരം ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിക്കുന്നതാണ്. അത് ഡാഷിനുള്ളിൽ നൽകണം. ഓപ്ഷൻസ് 15 ദിവസം, 30 ദിവസം, 36 മണിക്കൂർ, 48 മണിക്കൂർ. ഉത്തരം ഓപ്ഷൻ ഡി, 48 മണിക്കൂർ. 51 നൽകിയിരിക്കുന്ന 4 പ്രസ്താവനകൾ പരിഗണിച്ച് കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ ഗ്യാരണ്ടി പദ്ധതി പ്രകാരം 1. എല്ലാ പ്രവൃത്തികളുടെയും ചെലവുകളുടെയും സോഷ്യൽ ഓഡിറ്റ് ഗ്രാമസഭയ്ക്ക് അവകാശം നൽകുന്നു. ബെയർഫുട്ട് ടെക്നീഷ്യൻ പദ്ധതി 2010-11 ആരംഭിച്ചു. MGNREGA ഗുണഭോക്താക്കളുടെ നൈപുണ്യ അടിത്തറ ഉയർത്താൻ ഉദ്ദേശിക്കുന്ന ഒരു നൈപുണ്യ പദ്ധതിയായ ഉന്നതി പദ്ധതി. MGNREGA പ്രകാരം പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ 2014 ക്ലസ്റ്റർ ഫെസിലിറ്റേഷൻ പദ്ധതി ആരംഭിച്ചു. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രം. 1 ശരിയാണ്, 3 ശരിയാണ്. അടുത്ത ചോദ്യം. 52ാമത്തെ ചോദ്യം. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്നിവ യോജിപ്പിച്ച് ഉത്തരം കൊടുക്കുക. ലിസ്റ്റ് 1 ഈബിസ്, മേഘ്രാജ്, ദീക്ഷ, മേരി പേച്ചാൻ. ലിസ്റ്റ് 2 അതിൻ്റെയൊക്കെ വർഷങ്ങളാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. എ ഈബിസ് 1 2013, ബി 4 മേഘ്രാജ് 2014, സി 3 ദീക്ഷ 2017, ഡി 2 മേരി പേച്ചാൻ 2022. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നതിൽ ഏത് കൺവെൻഷനിലാണ് ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കക്ഷി ചേർന്നിരിക്കുന്നത്? അഭയാർത്ഥി പദവി സംബന്ധിച്ച UN കൺവെൻഷൻ, അക്രമവും പീഡനവും സംബന്ധിച്ച ILO കൺവെൻഷൻ, കടൽ നിയമത്തെക്കുറിച്ചുള്ള UN കൺവെൻഷൻ, രാത്രി ജോലി സംബന്ധിച്ച ILO കൺവെൻഷൻ. ഉത്തരം ഓപ്ഷൻ സി, കടൽ നിയമത്തെക്കുറിച്ചുള്ള UN കൺവെൻഷൻ 1982. അടുത്തത്. താഴെ പറയുന്നവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. ബിംസ്റ്റെക് ഉച്ചകോടി. ഇത് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഉച്ചകോടികളാണ് 2021 മുതൽ 2024 വരെ. ബിംസ്റ്റെക് ബിസിനസ് ഉച്ചകോടി, ബ്രിക്സ് ഉച്ചകോടി, ആദ്യ ഇന്ത്യ മധ്യേഷ്യ ഉച്ചകോടി, SCO ഉച്ചകോടി. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. ബ്രിക്സ് ഉച്ചകോടിയാണ് ആദ്യം നടന്നത്. പിന്നെ ഇന്ത്യ മധ്യേഷ്യ ഉച്ചകോടി, പിന്നെ നടന്നത് SCO ഉച്ചകോടി, ലാസ്റ്റാണ് ബിംസ്റ്റെക് ഉച്ചകോടി. 54ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 2, 3, 4, 1. അടുത്ത ചോദ്യം. 55 നൽകിയിരിക്കുന്ന 4 പ്രസ്താവനകൾ പരിഗണിച്ച് ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡിവിഷനുകൾ ഏതൊക്കെയാണ്? G7, ഇന്തോ പസഫിക്, ദക്ഷിണേഷ്യ, യൂറേഷ്യ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം ഇന്തോ പസഫിക്, യൂറേഷ്യ. അടുത്തത് ഒരു ലിസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ലിസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. അഴിമതിക്കെതിരായ UN കൺവെൻഷൻ A2 ആണ്. 2011 അംഗീകരിച്ചു. മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം B3, മൂന്നാമത്തെ ഓപ്ഷൻ 2016. വികലാംഗരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള കൺവെൻഷനുകൾ C4 2007. ഓസ്ട്രേലിയ ഗ്രൂപ്പ് D ഒന്നാമത്തെ ഓപ്ഷനാണ്. 2018 ചേർന്നു. 57
താഴെ പറയുന്ന ട്രൈബ്യൂണലുകൾ പരിഗണിക്കുക. ലാൻഡ് ട്രൈബ്യൂണൽ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ. മുകളിൽ പറഞ്ഞവയുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? എല്ലാ ട്രൈബ്യൂണലുകളും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 323(a)യിൽ നിന്നാണ് രൂപം കൊണ്ടത്. ഈ ട്രൈബ്യൂണലുകളെല്ലാം ഒരൊറ്റ നിയമനിർമ്മാണത്തിന് കീഴിൽ ആണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ പ്രത്യേക ട്രൈബ്യൂണലുകളാണ്. എന്നാൽ പ്രത്യേക ട്രൈബ്യൂണലുകളും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളല്ല. എയും ബിയും. ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ സി ആണ്. 58ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ ഏതാണ് ശരി? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനമാണ്. നീതി ആയോഗ് ഒരു നിയമാനുസൃത നിയന്ത്രണ സ്ഥാപനമാണ്. ദേശീയ വനിതാ കമ്മീഷൻ ഒരു നിയമാനുസൃത സ്ഥാപനമാണ്. എയും സിയും. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എയും സിയും. 59. താഴെ പറയുന്നതിൽ ഏതാണ് ലിംഗഭേദമില്ലാത്ത നിയമം? ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളുടെ സംരക്ഷണ നിയമം, ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം, തൊഴിലിടത്തിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം. മുകളിൽ പറഞ്ഞവയിൽ ഒന്നുമല്ല. 59ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, പോക്സോ. അടുത്ത ചോദ്യം. താഴെ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. പ്രീവജൈനം ടെസ്റ്റ് അല്ലെങ്കിൽ 2 ഫിംഗർ ടെസ്റ്റ്, ലൈംഗിക പീഡനം, സ്ത്രീകൾ ഭർത്താവിൻ്റെ സ്വത്തായി. മുകളിൽ പറഞ്ഞ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? എ. ബലാത്സംഗ ലൈംഗികാതിക്രമ കേസുകളിൽ നടത്തുന്ന ഈ പരിശോധന സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ചു. ബി. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ലൈംഗിക പീഡനം ഒരു കുറ്റകൃത്യമാണ്. കൂടാതെ ഇത് ജോലിസ്ഥലത്തെ പീഡനം മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഇന്ത്യൻ ക്രിമിനൽ നിയമം സ്ത്രീകളെ ഭർത്താവിൻ്റെ സ്വത്തായി അംഗീകരിക്കുന്നില്ല. 60ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എയും സിയും. 61ാമത്തെ ചോദ്യം. താഴെ പറയുന്ന നിയമനിർമ്മാണങ്ങൾ ഏതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളത്? പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989, വനാവകാശ നിയമം 2006, പൗരാവകാശ സംരക്ഷണ നിയമം 1955. മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞതെല്ലാം. 62. ഭരണഘടനാ ഭേദഗതികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ഏതാണ് ശരി? എ. ഭരണഘടനാ ഭേദഗതികൾ ഭരണഘടനാപരമായ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുത്തുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുത്തുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾ നിയമമല്ല. മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം. അടുത്തത്. പ്രസ്താവനകൾ പരിഗണിക്കുക. സുപ്രീം കോടതി ഹൈക്കോടതികൾക്ക് മാത്രമേ ജുഡീഷ്യൽ റിവ്യൂ അധികാരം ഉപയോഗിക്കാൻ കഴിയൂ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32, 226 എന്നിവയിൽ ജുഡീഷ്യൽ റിവ്യൂ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ജുഡീഷ്യൽ ആക്ടിവിസം ഒരു ജുഡീഷ്യൽ റിവ്യൂ ആണ്. മുകളിൽ പറഞ്ഞ വിശകലനം ചെയ്ത് പൊതു താൽപ്പര്യ വ്യവഹാരവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പരസ്പര ബന്ധങ്ങളിൽ ഏതാണ് തെറ്റെന്ന് കണ്ടെത്തുക. ഓപ്ഷൻസ്. പൊതു താൽപ്പര്യ വ്യവഹാരം ഒരു ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ ഫലമാണ്. പൊതു താൽപ്പര്യ വ്യവഹാരങ്ങൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഫയൽ ചെയ്യപ്പെടുന്നു. ഏതൊരു വ്യക്തിക്കും അതിൽ താൽപ്പര്യം പരിഗണിക്കാതെ പൊതു താൽപ്പര്യ വ്യവഹാരം ഫയൽ ചെയ്യാൻ കഴിയും. ഡി. എയും സിയും മാത്രം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. 64. ഭരണഘടനാ പ്രകാരം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് തെറ്റ്? ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനത്തിൻ്റെ പരാജയം കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതാണ്. അടിയന്തരാവസ്ഥ സമയത്ത് എല്ലാ മൗലികാവകാശങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം താൽക്കാലികമായി നിർത്തിവെക്കുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നു. ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 65. മൗലികാവകാശങ്ങളെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. USA ഭരണഘടനയിൽ എന്ന പോലെ മൗലികാവകാശങ്ങൾക്ക് ഇളവ് എന്ന സിദ്ധാന്തം ബാധകമല്ല. ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ സ്വയം നിർവഹണപരവും നിർവഹണപരവും അല്ലാത്തതുമായ മൗലികാവകാശങ്ങൾ അടങ്ങിയിരിക്കുന്നു. 3-ാം ഭാഗത്തിലെ വ്യവസ്ഥകൾ പരസ്പരം വേർപെടുത്തുന്നവയല്ലെന്നും സംയോജിത സമ്പൂർണ്ണതയുടെ ഭാഗമാണെന്നും മേനകാ ഗാന്ധി കേസിൽ സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. മൗലികാവകാശങ്ങളുടെ സ്വഭാവം കേവലമാണ്. കേവലം എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്. ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള അടിയന്തരാവസ്ഥാ സമയത്ത്
മൗലികാവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് 2, 3, 4. 66. വാദം എ. ഭരണഘടനയുടെ ഭാഗം 3ഉം 4ഉം ഭരണഘടനയുടെ മനസാക്ഷിയായി കണക്കാക്കപ്പെടുന്നു. കാരണം റീസൺ. ഭാഗം 4ൽ അടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ ധാർമ്മിക പ്രമാണങ്ങളാണ്. അവ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 37 പ്രകാരം നടപ്പിലാക്കാൻ കഴിയും. ശരിയായ ഉത്തരക്കോട് തിരഞ്ഞെടുക്കുക. 66ൻ്റെ ശരി ഉത്തരം ബി ആണ്. എ ശരിയാണ്, പക്ഷേ അതിൻ്റെ റീസൺ തെറ്റാണ്. 67ാമത്തെ ചോദ്യം, അതും ഒരു റീസൺ, വാദവും റീസണുള്ള ചോദ്യമാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ പലതരത്തിൽ വ്യത്യസ്തരാണെങ്കിലും ഒരു പൊതു പൈതൃകത്തിലും സംയുക്ത സംസ്കാരത്തിലും പങ്കാളികളായി തങ്ങളെ തന്നെ കണക്കാക്കുന്നതിൽ അവരെല്ലാം അഭിമാനിക്കുന്നു. റീസൺ. ഇന്ത്യയുടെ സംയുക്ത സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തിയായ സംസ്കൃത ഭാഷയും സംസ്കാരവുമാണ്. ശരിയായ ഉത്തരക്കോട് ഓപ്ഷൻ എ ആണ്. എയും ആറും ശരിയാണ്. ആർ എയുടെ ശരിയായ വിശദീകരണമാണ്. 68. ശരിയായ ഉത്തരക്കോട് ഉപയോഗിച്ച് ഇനി പറയുന്നതിനെ പൊരുത്തപ്പെടുത്തുക. ആർട്ടിക്കിൾ 21 ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലികാവകാശങ്ങൾ. അപ്പുറത്തെ സൈഡിൽ അത് പ്രചരിപ്പിച്ചതുമാണ്. പ്രായമാരുടെ അവകാശം, ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം, മറക്കപ്പെടാനുള്ള അവകാശം, ഗർഭഛിദ്രത്തിനുള്ള അവകാശം, അതുമായി ബന്ധപ്പെട്ട കേസ്. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 1 എ. പ്രായമായവരുടെ അവകാശം അശ്വിനി കുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. 2 സി. 3 ഡി. 4 ബി. മീര സന്തോഷ് പാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. 69ാമത്തെ ചോദ്യം, നിയമവാഴ്ചയുടെ തത്വത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇത് മനുഷ്യ നാഗരികതയുടെ സംസ്കാരത്തിൻ്റെയും പരമോന്നത പ്രകടനമാണ്. ഇത് ചരിത്ര നിയമത്തിൻ്റെ ഒരു ആനിമേഷനാണ്. അധികാരം കണക്കില്ലാതെയും ഭരണം ക്രമേണ നീതിയുക്തവും തുല്യവുമായിരിക്കണമെന്ന് ഇത് അനുശാസിക്കുന്നു. സ്വാതന്ത്ര്യം, സമത്വം, വിവേചനമില്ലായ്മ, സാഹോദര്യം, ഉത്തരവാദിത്തം, ഏകപക്ഷീയതയില്ലായ്മ എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണിത്. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇതാണ് അതിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കിക്കോളൂ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓൺലി 1 and 4. മലയാളത്തിലേക്ക് പോവാം. എഴുപതാമത്തെ ചോദ്യം വീണ്ടും ഒരു അസർഷനും റീസണുമാണ്. ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എന്നത് ഫ്രഞ്ച് പാർലമെൻറ്റ് നിർദ്ദേശിച്ച തത്വങ്ങളെയും നിയമങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. റീസൺ. തത്വങ്ങളും നിയമങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് കോടതികളിലെ ജഡ്ജിമാരാണ് വികസിപ്പിച്ചത്. ശരിയായ ഉത്തരക്കോട് ഓപ്ഷൻ സി ആണ്. എ തെറ്റാണ്, പക്ഷേ ആർ ശരിയാണ്. 71 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. 15 വർഷം മുമ്പ് അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിൻ്റെ ഇരട്ടിയായിരുന്നു. ഇപ്പോൾ മുതൽ 3 വർഷം കഴിഞ്ഞ് അവരുടെ പ്രായങ്ങളുടെ തുക 99 ആണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓപ്ഷൻ ബി ആണ് 21 വയസ്സ്. 72 100 അംഗങ്ങളുള്ള ഒരു സൊസൈറ്റിയിൽ ഓരോ അംഗവും ക്രിക്കറ്റ്, ഹോക്കി, വോളിബോൾ എന്നിവയിൽ കുറഞ്ഞത് ഒരു കായിക ഇനമെങ്കിലും കളിക്കുന്നു. 20 അംഗങ്ങൾ ക്രിക്കറ്റ് മാത്രം കളിക്കുന്നു. 30 പേർ ഹോക്കി മാത്രം കളിക്കുന്നു. 25 പേർ വോളിബോൾ മാത്രം കളിക്കുന്നു. 12 പേർ ക്രിക്കറ്റും ഹോക്കിയും കളിക്കുന്നു. 7 പേർ ഹോക്കിയും വോളിബോളും കളിക്കുന്നു. 3 അംഗങ്ങൾ എല്ലാ കായിക ഇനങ്ങളും കളിക്കുന്നുവെങ്കിൽ എത്ര അംഗങ്ങൾ കുറഞ്ഞത് 2 കായിക ഇനങ്ങളെങ്കിലും കളിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ് 25. അടുത്തത് നോക്കാം. ഒരു പ്രത്യേക ഭാഷയിൽ ക്ലാസ് എന്നത് UUCNE എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ എന്നതിൻ്റെ കോഡ് എന്താണ്? ഉത്തരം
ഓപ്ഷൻ ഡി ആണ്. 74 A+B എന്നാൽ A ബിയുടെ മകൾ എന്നും A ഹരിക്കണം B എന്നാൽ A ബിയുടെ അമ്മ എന്നും A ഇൻറ്റു B എന്നാൽ A ബിയുടെ മകൻ എന്നും A മൈനസ് B എന്നാൽ A ബിയുടെ പിതാവ് എന്നും കരുതുക. P+Q-R/S/T ആണെങ്കിൽ P ടിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. P എന്നത് ടിയുടെ സഹോദരിയാണ്. 75-ാമത്തെ ചോദ്യം. x എന്നത് ഒരു 3 അക്ക സ്വാഭാവിക സംഖ്യയാണ്. അതിനാൽ ആ സംഖ്യയും അതിൻ്റെ വിപരീത സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 99 ആണ്. അപ്പോൾ 100ൻ്റെ സ്ഥാനവും അക്കവും യൂണിറ്റിൻ്റെ എക്സിൻ്റെ സ്ഥാനത്തുള്ള അക്കവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി. 76 ഒരു ട്രാക്കിൽ ഓടുന്ന ഒരു കായിക താരം ഒരു നിശ്ചിത സമയം സ്ഥിരമായ വേഗതയിൽ ഓടുമ്പോൾ ഫിനിഷിംഗ് ലൈനിൽ 20 മീറ്റർ കുറവ് വരുന്നു. അവൾ തൻ്റെ വേഗം 40% വർദ്ധിപ്പിച്ചാൽ അതേസമയം തന്നെ അവൾ 10 മീറ്റർ ഓവർഷോട്ട് ചെയ്യുന്നു. ട്രാക്കിൻ്റെ നീളം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി. അടുത്തതൊരു പൈ ചാർട്ട് കൊടുത്തിട്ടുള്ള ചോദ്യമാണ്. യാത്രയ്ക്കായി 4 ചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഓഫീസ് ജീവനക്കാരുടെ മധ്യകോൺ എന്താണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ 202.5. അടുത്ത ചോദ്യം. 78 100 പേർ ഒരു സ്പെൽ ബി മത്സരത്തിൽ പങ്കെടുത്തു. ഓരോ റൗണ്ടിലും 2 പേർ പരസ്പരം മത്സരിക്കുന്ന റൗണ്ടുകൾ നടന്നു. ഓരോ റൗണ്ടിന് ശേഷം റൗണ്ടിലെ തോൽവി മത്സരത്തിൽ നിന്ന് പുറത്താവുകയും റൗണ്ടിലെ വിജയി ഗെയിമിൽ തുടരുകയും ചെയ്യും. റൗണ്ടുകളൊന്നും സമനിലയിൽ കലാശിച്ചില്ലെങ്കിൽ അന്തിമ വിജയി തീരുമാനിക്കാൻ എത്ര റൗണ്ടുകൾ കളിച്ചു? 78-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 99. താഴെയുള്ള ചിത്രത്തിൽ AC എന്നത് വൃത്തത്തിൻ്റെ വ്യാസമാണ്. AB = 12 BC = 5 ആണെങ്കിൽ ഷെയ്ഡുള്ള ഭാഗത്തിൻ്റെ വിസ്തീർണം കണ്ടെത്തുക. 79 ഉത്തരം ഓപ്ഷൻ ബി ആണ്, 102.73 cm². 80 അമിത് ഡൽഹിയിലാണ് താമസിക്കുന്നത്, അമൻ മുംബൈയിൽ താമസിക്കുന്നില്ല എന്ന പ്രസ്താവനയുടെ നിഷേധം ഇതാണ്. 80 അതിൻ്റെ ഉത്തരം മാത്രം പറയാം, ഓപ്ഷൻ ഡി. 81 3 + 5 + 7 + 9 എന്ന പരമ്പരയ്ക്കും 3 + 6 + 9 + 12 എന്ന പരമ്പരയ്ക്ക് ഇടയ്ക്കുള്ള 100ാമത്തെ പൊതുപദം? ഓപ്ഷൻ ബി. 2025 മാർച്ച് 15 ശനിയാഴ്ച ആയാൽ 2050 മാർച്ച് മാസത്തിലെ ഏത് തീയതിയാണ് ഞായറാഴ്ച? ഉത്തരം ഓപ്ഷൻ എ 20. 83 ഒരു ക്ലോക്കിൽ 10 മണിക്കൂർ 10 മിനിറ്റ് കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോൺ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 245. പലിശ നിരക്ക് 15% ആണെങ്കിൽ 3 വർഷത്തിന് ശേഷം 10,000 രൂപയ്ക്ക് ലഭിക്കുന്ന സംയുക്ത പലിശയും ലളിതമായ പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 84-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി ആണ്. പക്ഷേ അത് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? 85 ഒരു കടയുടമ ഒരു ഉൽപ്പന്നം 10% നഷ്ടത്തിൽ വിറ്റു. അയാളുടെ വിൽപ്പന വില 100 രൂപയിൽ കൂടുതലാണ്. 100 രൂപ കൂടുതലായിരുന്നു എങ്കിൽ അയാൾക്ക് 10% ലാഭം ലഭിക്കുമായിരുന്നു. ചെലവ് വില എത്രയായി? ഉത്തരം ഓപ്ഷൻ എ 500 രൂപ. 86 പ്രസ്താവന ഭൂമിയുടെ പുറംകാമ്പ് ദ്രാവകമാണ്, അതേസമയം അകക്കാമ്പ് ഖരമാണ്. കാരണം ഭൂമിയുടെ കേന്ദ്രത്തിലെ അപാരമായ മർദ്ദം ഉയർന്ന താപനില ഉണ്ടായിരുന്നിട്ടും അകക്കാമ്പിനെ ഖരാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? 86ൻ്റെ ഉത്തരം ഓപ്ഷൻ എ. പ്രസ്താവനയും കാരണവും ശരിയാണ്. കാരണം പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ്. 87 നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ ഭ്രമണ സ്വഭാവ സവിശേഷതകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി?
ശുക്രനും ചൊവ്വയും ഒഴികെ എല്ലാ ഗ്രഹങ്ങളും ഒരേ ക്ലോക്ക് വൈസുള്ള ദിശയിലാണ്. യുറാനസും നെപ്റ്റ്യൂണും ഒഴികെ എല്ലാ ഗ്രഹങ്ങളും ഒരേ എതിർ ക്ലോക്ക് വൈസ് ദിശയിലാണ് കറങ്ങുന്നത്. ശുക്രനും യുറാനസും ഒഴികെ എല്ലാ ഗ്രഹങ്ങളും ഒരേ എതിർ ക്ലോക്ക് വൈസുള്ള ദിശയിലാണ് കറങ്ങുന്നത്. എല്ലാ ഗ്രഹങ്ങളുടെയും ഭ്രമണപഥങ്ങൾ സൂര്യൻ്റെ മധ്യരേഖയിലൂടെ കടന്നു പോകുന്ന ഒരേ തലത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. 87ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 3ഉം 4ഉം ശരിയായതാണ്. 88 അന്തരീക്ഷത്തിലെ ഇനി പറയുന്ന ഘടകങ്ങളെ ഏറ്റവും സമൃദ്ധമായതിൽ നിന്ന് ഏറ്റവും കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. 88ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്തത് വായുപിണ്ഡ സ്ഥിരതയെക്കുറിച്ചുള്ള അതിൻ്റെ വിവരണവുമായി പദം പൊരുത്തപ്പെടുക. കോമ്പിനേഷൻ ഏതാണ് കറക്റ്റ് എന്നുള്ളത്. 89ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 എ സ്ഥിരതയുള്ള വായുപിണ്ഡം, 2 ബി, 3 സി. നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ പോസ് ചെയ്തിട്ട്. 90 പവിഴപ്പുറ്റുകളുടെ ബ്ലീച്ചിങ് പ്രക്രിയയിൽ താഴെ പറയുന്ന ഘട്ടങ്ങൾ ക്രമീകരിക്കുക. പവിഴപ്പുറ്റുകൾ അവയുടെ സഹജീവി ആൽഗകളെ പുറന്തള്ളുന്നു. ജലത്തിൻ്റെ താപനില വർദ്ധിക്കുന്നു. പവിഴപ്പുറ്റുകൾക്ക് നിറം നഷ്ടപ്പെടുകയും സമ്മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നു. പ്രകാശ സംശ്ലേഷണ പ്രവർത്തനം കുറയുന്നു. 90ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 2 ജലത്തിൻ്റെ താപനിലയാണ് ആദ്യം വർദ്ധിക്കുന്നത്. അപ്പോൾ പവിഴപ്പുറ്റുകളുടെ സഹജീവി ആൽഗകളെ പുറന്തള്ളും. പിന്നീട് പ്രകാശ സംശ്ലേഷണം കുറയും. പവിഴപ്പുറ്റുകൾക്ക് നിറം നഷ്ടപ്പെടുകയും ചെയ്യും. 91 വാതവും കാരണവും. ആഴക്കടൽ കിടങ്ങുകൾ രൂപീകരണത്തിന് എപ്രോജനിക് ചലനങ്ങൾ കാരണമാകുന്നു. എപ്രോജെനിസിസിൽ പാറപ്പാളികൾക്ക് പ്രാദേശികവൽക്കരിക്കുകയും തീവ്രവുമായ മടക്കുകളും വിള്ളലുകളും ഉൾപ്പെടുത്തുന്നു. 91ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എ തെറ്റാണ്, പക്ഷേ ആർ ശരിയാണ്. 92 യോജിപ്പിക്കുക ചെയ്യേണ്ടത്. മാഗ്മ ചേമ്പർ, കുഴൽ, വെൻറ്റ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1 ബി, 2 എ, 3 സി. 93 വടക്കൻ അർദ്ധഗോളത്തിലെ ഒരു താഴ്ന്ന മർദ്ദകേന്ദ്രത്തിന് ചുറ്റും ഉപരിതല കാറ്റ് ഘടികാര ദിശയിൽ സഞ്ചരിക്കുകയും വ്യതിചലിക്കുകയും ചെയ്യുന്നു. എതിർ ഘടികാര ദിശയിൽ സഞ്ചരിക്കുകയും ഒത്തുചേരുകയും ചെയ്യുന്നു. ഘടികാര ദിശയിൽ സഞ്ചരിക്കുകയും ഒത്തുചേരുകയും ചെയ്യുന്നു. എതിർ ഘടികാര ദിശയിൽ സഞ്ചരിക്കുകയും വ്യതിചലിക്കുകയും ചെയ്യുന്നു. 93ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 94 വെള്ളത്തിനടിയിലുള്ള ഭൂകമ്പത്തിൻ്റെ ഏത് സ്വഭാവമാണ് സുനാമിക്ക് കാരണമാകുന്നത്? ഓപ്ഷൻ ബി ആണ്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ ആഴവും ലംബ സ്ഥാന ചലനവും. 95 താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് അവശിഷ്ട പ്രവാഹത്തെ കൃത്യമായി വിവരിക്കുന്നത്? മണ്ണിൻ്റെ സാവധാനത്തിലുള്ള ക്രമാനുഗതമായ ചലനം. പാറയുടെ അവശിഷ്ടങ്ങളെ സ്വതന്ത്രമായ വീഴ്ച ഇതിൽ ഉൾപ്പെടുന്നു. വെള്ളം, പാറ, മണ്ണ്, ജൈവ അവശിഷ്ടങ്ങൾ എന്നിവയുടെ മിശ്രിതത്തിൻ്റെ ദ്രുതവും ദ്രാവകവുമായ ചലനം പോലെയാണിത്. ഉണങ്ങിയ ഏകീകരിക്കാത്ത വസ്തുക്കളുടെ ചലനമാണ് ഇതിൻ്റെ സവിശേഷത. ഉത്തരം ഓപ്ഷൻ സി ആണ്. 96 താഴെ പറയുന്നതിൽ ഏതാണ് ഒരു നദിയുടെ മുകൾ ഭാഗത്തോ പർവ്വതനിരയിലോ വികസിപ്പിച്ചെടുത്ത ഭൗതിക സവിശേഷത? മിയാൻഡറുകളും നദീതീരവും, വി രൂപ താഴ്വരയും ഗോർജുകളും, യു രൂപ താഴ്വരയും കുഴികളും, വെള്ളപ്പൊക്ക സമതലവും, ഓക്സ്ബോ തടാകവും. ഉത്തരം ഓപ്ഷൻ ബി. 97ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ ഏതാണ് സാംസ്കാരിക പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി. 98 ലിസ്റ്റാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. എ 3 സോളികകൾ കർണാടകയിൽ, ബി 4 കോളിസ് മഹാരാഷ്ട്രയിൽ, സി കുറുമ്പകൾ കേരളം, ഡി 2 ബെഗാസസ് മധ്യപ്രദേശ്.
99 ട്രോപ്പോസ്ഫിയർ താപനിലയിലെ കുറവ് എന്ന പദം ഇനി പറയുന്നവയെ സൂചിപ്പിക്കുന്നു. താപനഷ്ടം, അഡിയബാറ്റിക് നിരക്ക്, ലാപ്സ് നിരക്ക്, താപനിലയിലെ കുറവ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ലാപ്സ് നിരക്കിനെ സൂചിപ്പിക്കുന്നു. 100ാമത്തെ ചോദ്യം. ഭൂമധ്യരേഖ താഴ്ന്ന പ്രദേശങ്ങൾക്കും ഉപോഷ്ണമേഖല ഉയർന്ന പ്രദേശങ്ങൾക്കുമിടയിൽ സഞ്ചരിക്കുന്ന ഗ്രഹവാതങ്ങളെ അറിയപ്പെടുന്നത് പടിഞ്ഞാറൻ മേഖല, ധ്രുവകിഴക്കൻ മേഖല, മൺസൂൺ കാറ്റുകൾ, വ്യാപാര കാറ്റുകൾ. 100. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വ്യാപാര കാറ്റുകൾ. സോ ഇത്രയുമാണ് ഫസ്റ്റ് പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. സെക്കൻഡ് പേപ്പർ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതിൻ്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ PSC ബുക്ക് ബൈ ധന്യ എന്നുള്ള ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി, അതിൽ കൊടുക്കാം. താങ്ക് യു സോ മച്ച്.